ഇറാനെതിരായ യുദ്ധം എല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്ക് ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പശ്ചിമേഷ്യയിലെ താൽപ്പര്യങ്ങൾ ആ മേഖലയിലുള്ള ഭൂരിഭാഗം രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതല്ല. ഇസ്രായേലിനെ എതിർത്ത ഭരണകൂടങ്ങളെയെല്ലാം നിയന്ത്രിക്കാനോ ഇല്ലാതാക്കാനോ മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനിലെ മതനേതൃത്വത്തിലുള്ള ഭരണകൂടം ഇതിനൊരു അപവാദമായി നിലകൊള്ളുന്നു. ഇസ്രയേലിന്റെ നിർബന്ധപ്രകാരം ബലപ്രയോഗത്തിലൂടെ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു തന്ത്രപരമായ പിഴവാണ്. വിലക്കയറ്റത്തിന്റെയും മറ്റും പേരിൽ ഇറാനിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ഭരണമാറ്റം എന്ന മുദ്രാവാക്യമുയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ മേഖലയിലേക്ക് നീക്കിയപ്പോൾ അത് ഇറാനിയൻ ജനതയെ സഹായിക്കാനാണ് എന്ന് തോന്നിച്ചു. പിന്നെ കണ്ടത് ഇറാനുമായി ചർച്ച നടത്തുന്ന അമേരിക്കയെയാണ്. വിഷയം ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കൽ. പിന്നാലെ ഇറാനെ ആക്രമിച്ചു. യുദ്ധമായി, വെടിനിർത്തലായി, സമാധാനത്തിനുള്ള ധാരണാപത്രമായി. യുദ്ധത്തിന്റെ വിഷയങ്ങൾ തന്നെ മാറി. വീണ്ടും യുദ്ധം, വെടിനിർത്തൽ. കാര്യങ്ങൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ മണ്ടത്തരം എവിടെയെന്ന് പരിശോധിക്കാം. ഇറാനുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത് തന്നെയാണ് അത്. അതിന്റെ തെളിവ് ഇറാനുമായി ഏർപ്പെട്ട താൽക്കാലിക ധാരണാപത്രവും. യുദ്ധം അവസാനിക്കുമെന്നും ഏറ്റവും മോശമായ ഘട്ടം പിന്നിട്ടുവെന്നും കരുതാനുള്ള ചില പ്രതീക്ഷകൾക്ക് US ഇറാൻ ധാരണാപത്രം വഴിയൊരുക്കിയിരുന്നു. പരിഹാരം കണ്ടെത്തുന്നതിൽ അമേരിക്കയ്ക്കുള്ള ഗൗരവതരമായ താൽപ്പര്യം ലോകത്തിനു മുന്നിൽ കാട്ടാൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സാന്നിധ്യം ഉറപ്പാക്കി. എന്നാൽ യാഥാർത്ഥ്യബോധമുള്ളവർ ധാരണാപത്രത്തിന്റെ വിജയസാധ്യതയിൽ അന്നേ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ ഇടക്കാല കരാർ ഇറാന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായിരുന്നു. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾക്ക് ശാശ്വതമായ അന്ത്യം എന്നത് 14 ഇന വ്യവസ്ഥകളിലെ ആദ്യ ഇനമായി രേഖപ്പെടുത്തി. അതിനർത്ഥം ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തെ നിയന്ത്രിക്കുന്നതിന് പകരം ലെബനനെ കൂടി ഉൾപ്പെടുത്തി ഇറാന്റെ താൽപ്പര്യങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നാണ്. ഇറാന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കുമെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്നും കരാറിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് പറഞ്ഞിരുന്ന ഭരണകൂടത്തെ മാറ്റുക എന്ന ലക്ഷ്യം പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന്. യുദ്ധം തുടങ്ങിയത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാന വിഷയമായിരുന്ന ആണവ പ്രശ്നം പിന്നീട് ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുന്നതിനായി മാറ്റിവെച്ചു. യുദ്ധം തുടങ്ങിയ ശേഷം ഉദിച്ച വിഷയമായ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്ക് തുറന്നു കിട്ടുന്നതിനായിരുന്നു മുൻഗണന. ഇറാനുമായി യുദ്ധത്തിലേർപ്പെടാനുള്ള കാരണമായിരുന്നില്ല അതെന്നോർക്കണം. യുദ്ധത്തിന്റെ അനിവാര്യമായ ഒരു ഫലമെന്ന നിലയിലാണ് ഇറാൻ അതിനെ ഉയർത്തി നിർത്തിയത്. മുൻ നിലപാടുകളിൽ നിന്ന് വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇറാനിലുള്ള സമ്പുഷ്ട യുറേനിയം ശേഖരം IAEAയുടെ മേൽനോട്ടത്തിൽ ഇറാനിൽ വെച്ച് തന്നെ കുറഞ്ഞ സാന്ദ്രതയുള്ളതാക്കി മാറ്റാൻ അമേരിക്ക സമ്മതിച്ചു. ഇറാന്റെ യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം എന്നതായിരുന്നു അമേരിക്ക വെച്ച നിബന്ധന. ഹോർമൂസിന്റെ കാര്യത്തിലും സമുദ്രപാതയിലെ ഭാവി ഭരണനിർവഹണത്തിലും സേവനത്തിലും തീരുമാനമെടുക്കാൻ ഇറാൻ ഒമാനുമായി ചർച്ച നടത്തുമെന്ന് ധാരണയായി. അതായത് വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം പുതിയൊരു വ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കുമെന്ന് ഇതിലൂടെ അംഗീകരിക്കപ്പെട്ടു. ഇറാനിലെ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക വികസനത്തിനുമായി $300 ബില്യൺ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായിരുന്നു അമേരിക്കയുടെ മറ്റൊരു പരാജയം. ഇറാൻ ഉന്നയിച്ച നഷ്ടപരിഹാര വിഷയം അമേരിക്ക കൈകാര്യം ചെയ്തത് പ്രാദേശിക പങ്കാളികളുമായി ധാരണയിൽ എത്തിക്കൊണ്ടാണ്. ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതായത് ആരാണോ പ്രഹരം ഏറ്റുവാങ്ങിയത് അവർ തന്നെ ആക്രമിച്ച ആളെ സഹായിക്കണം. മറ്റൊന്ന്, ഇറാനിയൻ എണ്ണയുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം 60 ദിവസത്തേക്ക് നീക്കം ചെയ്തു. മരവിപ്പിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തിരുന്ന ഇറാനിലെ ഫണ്ടുകളും ആസ്തികളും പൂർണ്ണമായി ഉപയോഗയോഗ്യമാക്കാമെന്ന് അമേരിക്ക ഉറപ്പ് നൽകി. അന്തിമ കരാറിന്റെ ഭാഗമായി എല്ലാ ഉപരോധങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യാനും വ്യവസ്ഥ ചെയ്തിരുന്നു. അന്തിമ കരാർ ഒപ്പുവെച്ച് ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് ഉള്ളതുപോലെ ഇറാനും ആണവ ഇന്ധന സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശവും മിസൈലുകളും നിഷേധിക്കാനാവില്ല എന്ന തരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇത് അമേരിക്കയുടെ ദീർഘകാല നിലപാടുകളെ തിരുത്തുന്ന തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന പ്രസ്താവനയായിരുന്നു. തങ്ങളുമായി കൂടിയാലോചിക്കാതെ ഒമാൻ ചാനൽ വഴി സഞ്ചരിച്ച ഒരു കപ്പലിനെ ധാരണാപത്രത്തിന്റെ ലംഘനമായി കണ്ട് ഇറാൻ ആക്രമിച്ചു.
ഇതേ തുടർന്ന് കരാറും വെടിനിർത്തൽ ധാരണയും തകർന്നു. ഇറാന്റെ നടപടി ധാരണാപത്രത്തിന്റെ ലംഘനമാണ് എന്ന് വിലയിരുത്തിയ അമേരിക്ക അതിന് മറുപടിയായി തുടർച്ചയായ ദിവസങ്ങളിൽ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി. അമേരിക്കയ്ക്ക് ഈ ധാരണാപത്രത്തോടുണ്ടായിരുന്ന പ്രതിബദ്ധത എത്രത്തോളം ദുർബലമായിരുന്നുവെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഒപ്പം നിലവിലെ US ഭരണകൂടത്തിന്റെ നയരൂപീകരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു. ചർച്ചകൾക്ക് വിസമ്മതിച്ചാൽ അത് ആരോപിച്ച് അമേരിക്കയുടെ ആക്രമണങ്ങളെ ന്യായീകരിക്കും. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് തങ്ങൾ ചർച്ചകളിൽ ഏർപ്പെടുകയും ധാരണാപത്രത്തിന് സമ്മതിക്കുകയും ചെയ്തത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിട്ടുണ്ട്. കരാർ പാലിക്കുന്ന കാര്യത്തിൽ അമേരിക്കയെ വിശ്വസിക്കാനാവില്ല എന്നും അവർ സമയം നീട്ടിക്കൊണ്ടുപോവുക മാത്രമാണ് എന്നും ഒടുവിൽ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്നും ഇറാൻ നന്നായി മനസ്സിലാക്കിയിരുന്നു. അതിനെ നേരിടാൻ ഇറാൻ സജ്ജവുമായിരുന്നുവെന്ന് പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട്. സംഘർഷം കുറയ്ക്കാൻ US ആ ധാരണാപത്രത്തിന് വഴങ്ങുകയും കാര്യമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്തതിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ കഴിയില്ല. 4 ആഴ്ചക്കുള്ളിൽ US-ന്റെ എണ്ണശേഖരം തീർന്നുപോകുമെന്ന അവസ്ഥ ട്രംപ് തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ വെടിനിർത്തലിന് ചർച്ച നടത്താനും ഹോർമൂസ് വഴി വീണ്ടും എണ്ണ ഗതാഗതം സാധ്യമാക്കാനും വലിയ സമ്മർദ്ദമുണ്ടായി. കടലിടുക്ക് അടച്ചിട്ടതിന് പുറമെ യുദ്ധച്ചെലവ് നികത്തുന്നതിനായി ഇറാനിയൻ ഇതര എണ്ണയും വാതകവും അവിടെ കൂടി കടന്നുപോകാൻ 20% ഫീസ് ഈടാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് എണ്ണക്കപ്പലുകൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതായിരുന്നു. ഇത് ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഊർജ്ജ വിതരണത്തെ ബാധിക്കുകയും ആഗോള എണ്ണവിലയിൽ വീണ്ടും കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ട്രംപ് ഒഴിവാക്കാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു അത്. ഒടുവിൽ ആ പ്രഖ്യാപനം പിൻവലിക്കാൻ ട്രംപ് നിർബന്ധിതനായി. ഇറാനെതിരായ ട്രംപിന്റെ ആക്രമണങ്ങൾ തുടരുന്നതിനിടെ കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടിച്ചു. കൂടാതെ ദുബായ്, UAE വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ആക്രമിക്കുമെന്ന ഭീഷണിയും ഇറാൻ മുഴക്കി. ഇറാനിലെ മിസൈൽ ശേഖരം തീർന്നുപോയി എന്ന ധാരണ തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കൂടുതൽ കൃത്യതയുള്ളതും അത്യാധുനികവുമായ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചു. ഇതിന് ചൈനയും റഷ്യയും സാങ്കേതിക സഹായം നൽകുന്നുണ്ട് എന്ന ആരോപണം US ഉന്നയിക്കുകയും ചെയ്തു. ജോർദാനിൽ അമേരിക്കയ്ക്ക് ആൾനാശം സംഭവിച്ചത് കൂടുതൽ തിരിച്ചടിക്ക് മുതിരാനുള്ള സമ്മർദ്ദം ട്രംപിന് മേൽ ചെലുത്തുന്നുണ്ട്. ഇറാനികളെ നീജർ, സിഖ്, ക്യാൻസർ എന്നിങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപിന്റെ പ്രസ്താവനകൾ എല്ലാ നയതന്ത്ര മര്യാദകളും ലംഘിച്ചിരിക്കുന്നു. ആ ധാരണാപത്രം റദ്ദാക്കപ്പെട്ടുവെങ്കിലും ഖത്തർ വഴിയുള്ള ആശയവിനിമയത്തിനുള്ള ചില വഴികൾ, പ്രത്യേകിച്ച് IRGC നേതൃത്വവുമായുള്ളവ തുറന്നു തന്നെയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ആഗോള ഊർജ്ജ വിഭവങ്ങളുടെ കാര്യത്തിൽ നിർണായക പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ സംഘർഷം രൂക്ഷമാണ്. പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടലിലെ ബാബൽ മന്ദേബ് എന്നിവിടങ്ങളിലെ അപകട സാധ്യത കൂടിയ പാതകൾ ഇറാൻ നേരിട്ടോ ഹൂതികൾ വഴിയോ ആണ് നിയന്ത്രിക്കുന്നത്. അവസ്ഥ ഇതായിട്ടും അതിഗുരുതരമായ സാഹചര്യം മാറ്റാൻ ലോകത്തിന് കഴിയുന്നില്ല എന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ദൗർബല്യം തുറന്നുകാട്ടുന്നു. എണ്ണവില വർധന മൂലമുണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങൾ ഏറ്റവുമധികം ബാധിക്കുന്ന ഗ്ലോബൽ സൗത്ത് എന്ന വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ബ്രസീൽ തയ്യാറാകുന്നു. പക്ഷേ ഇന്ത്യക്ക് പരിമിതികളുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത, എണ്ണവാതക ഇറക്കുമതി, വിദേശ നാണ്യ വരവ് എന്നിവ കാരണം മൗനമാണ് അഭികാമ്യം എന്ന് ഇന്ത്യ കരുതുന്നു. ഏകദേശം 1 കോടിയിലധികം ഇന്ത്യക്കാർ താമസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുമായും അടുത്ത ബന്ധമാണ് ഇന്ത്യക്ക്. കൂടാതെ ഇറാനുമായി ദീർഘകാല തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങളുമുണ്ട്. ഇവയെല്ലാം കാരണം ഇന്ത്യക്കാരെയും പിണക്കാൻ കഴിയില്ല. ബ്രിക്സും പ്രതിസന്ധിയിലാണ്. അംഗരാജ്യങ്ങളായ ഇറാനും UAEയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അതിനാൽ ഈ വിഷയത്തെ രാഷ്ട്രീയമായി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു പൊതുധാരണയിലെത്താൻ ബ്രിക്സിന് കഴിയുന്നില്ല. എന്തായാലും ഇറാനെതിരായ യുദ്ധം അമേരിക്കയ്ക്ക് രാഷ്ട്രീയ സൈനിക പരാജയമാണ് എന്ന് പറയാം. മേഖലയിൽ ഇസ്രായേൽ സ്വന്തം നിലയ്ക്കുള്ള ഇടപെടലുകൾ തുടരുന്നു. ഇറാൻ പ്രകടിപ്പിച്ച ശ്രദ്ധേയമായ ചെറുത്തുനിൽപ്പും അതിജീവനശേഷിയും അമേരിക്കയെ ഞെട്ടിക്കുന്നു. അവർ ഒരു ശക്തമായ പ്രാദേശിക ശക്തിയായി ഉയർന്നു വന്നത് യുദ്ധത്തിന് ശേഷമാണ്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കുകയും അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നു.